ഹായ് അപ്പോൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആഫ്റ്റർ സ്കൂൾ റൊട്ടീനാണ്. അപ്പോൾ ഇന്നൊരു ഡിഫറെൻറ്റ് ഡേ ആയിരുന്നു. എന്താ വെച്ചാൽ ഇന്ന് PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ആയിരുന്നു ശരിക്കും, പക്ഷേ ഇന്നലെ വരാത്തവർക്ക് ഇന്ന് വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അമ്മ ഇന്നാണ് വന്നത്. അപ്പോൾ ഇന്ന് അമ്മയുടെ കൂടെയാണ് അപ്പോൾ തിരിച്ച് വന്നത്. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് ഇങ്ങനെ എണ്ണക്കടികളൊക്കെ വാങ്ങി. നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഞാൻ അപ്പം തന്നെ വേഗം ഇരുന്ന് തിന്നു. എന്നിട്ടാണ് ഞാൻ റൂമിലേക്ക് ചെന്നത്. ഞാൻ കാണിച്ച പോലെ വീട്ടിലെത്തിയതിന് ശേഷം കുറച്ച് എൻ്റെ കയ്യിൽ കിട്ടിയതെല്ലാം നിന്ന് തിന്നു. എന്നിട്ട് ഞാൻ ലഞ്ച് ബോക്സ് ഒക്കെ കഴുകി വെച്ചു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഫ്രഷ് ആവാൻ പോവാണ്. അപ്പോൾ ഫ്രഷ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ പണികളൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇന്ന് കുറേ പഠിക്കാനൊക്കെ ഉണ്ട്. ഇന്ന് സ്കൂളിൽ പറഞ്ഞു വിട്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നാളത്തേക്ക് കുറേ പഠിക്കാനുണ്ട്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അവധി തന്നു വെച്ചാൽ രക്ഷപ്പെട്ടന്നെ. എന്താ വെച്ചാൽ നാളെ നമുക്ക് 2-3 ടെസ്റ്റ്, നല്ല കാറ്റുണ്ട്. അപ്പോൾ 2-3 ടെസ്റ്റ് പേപ്പറൊക്കെ ഉണ്ട്. 2-3 ടെസ്റ്റ് പേപ്പറില്ല, 2 ചാപ്റ്റേഴ്സ് ടെസ്റ്റ് പേപ്പർ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റ് സബ്ജക്ട്സൊക്കെ ചോദ്യം ചോദിക്കുന്നുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ മെയിൻലി ഫിസിക്സ്. ഇന്ന് ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ കുറേ ടാർഗറ്റ്സ് ഒക്കെ ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പറയാം, അല്ലെങ്കിൽ പഠിക്കാതിരിക്കുമ്പോൾ പറയാം. ഞാൻ എന്തായാലും ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ഞാൻ അങ്ങനെ ഫ്രഷായി വന്നോട്ടോ. അപ്പോൾ ഫ്രഷായിട്ട് കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്തു, ഫോൺ നോക്കി ഇരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് എടുക്കുന്നത്. പഠിക്കാറാകുമ്പോഴാണ് ഞാൻ എടുക്കുന്നത്. എന്താ വെച്ചാൽ അതിന് മുമ്പ് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച്. അതുകൊണ്ടാണ് ഞാൻ ബാഗ് എടുത്ത് വെച്ചിട്ട് കൺഫ്യൂഷനായിട്ടാണ് നിൽക്കുന്നത്, എന്താ എടുക്കേണ്ടതെന്ന്. കുറേ പഠിക്കാനും ഉണ്ട്, എഴുതാനും ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം പഠിക്കാനുണ്ടായിരുന്നു, ഇത്ര പഠിക്കാനുണ്ടായിരുന്നു. എല്ലാ ദിവസവും ചോദിക്കുക, അങ്ങനത്തെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എഴുതാൻ അങ്ങനെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ റെക്കോർഡ് കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും ഒക്കെ എഴുതണം. കൂടെ അടുത്ത ആഴ്ചയ്ക്ക് സുവോളജി ബോർഡിന്. പക്ഷേ സുവോളജി ബോർഡിന് കുഴപ്പമില്ല, എന്താ വെച്ചാൽ അത് അടുത്ത ആഴ്ചയ്ക്ക് മതി. പക്ഷേ ഫിസിക്സ് അങ്ങനെയല്ല, ഇത്ര ദിവസത്തിനുള്ളിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ആ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ വേഗം എഴുതി തന്നെ പറ്റുള്ളൂ. അപ്പോൾ അത് എഴുതാനും ഉണ്ട്. പിറ്റേ ദിവസത്തേക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ എനിക്ക് ടെസ്റ്റ് പേപ്പർ ഉണ്ട്. സുവോളജി 2 ചാപ്റ്റർ ഉണ്ട്. സുവോളജിയിലത്തെ ഫസ്റ്റും സെക്കൻഡും NCERT ടെക്സ്റ്റ് വൈസ് ബയോളജി ടെക്സ്റ്റിലത്തെ 2nd and 3rd ചാപ്റ്റർ ഇത് എടുത്ത് തീർന്നു. അപ്പോൾ ടെസ്റ്റ് പേപ്പർ പറയാണ്. ഇപ്പോൾ NCERT ടെക്സ്റ്റ് വൈസാണ് ഞാൻ പറഞ്ഞ NCERT ബയോളജി ടെക്സ്റ്റിലുള്ള പോലെ എനിക്ക് സുവോളജി ബോർഡിന് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബയോളജി ടെക്സ്റ്റിലത്തെ 2nd and 3rd ചാപ്റ്ററാണ് ടെസ്റ്റ് പേപ്പർ. ആദ്യത്തെ ചാപ്റ്റർ ബോട്ടണിയാണ്, അതിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ചാപ്റ്റർ ബയോളജി പഠിച്ചു, 2nd ചാപ്റ്ററും പഠിച്ചിട്ടുണ്ട്. പക്ഷേ 3rd ചാപ്റ്റർ പഠിച്ചിട്ടില്ല. പിന്നെ 2nd ചാപ്റ്റർ ഞാൻ കുറേ മുമ്പ് പഠിച്ചതാണ്, അപ്പോൾ അത്ര ഓർമ്മയും ഇല്ല. അപ്പോൾ എനിക്ക് ആ ചാപ്റ്റർ എന്താ വെച്ചാൽ വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാൻ നല്ല മടി വരുന്നുണ്ട്. എനിക്കിപ്പോൾ ഈ വർക്കിംഗ് ഡേയ്സിലൊക്കെ എനിക്ക് പഴയത് പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ പുതിയത് പഠിക്കാനാണ് ഇഷ്ടം. പുതിയ കാര്യങ്ങൾ പഠിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ആ റൊട്ടീനൊക്കെ ആകെ മാറുക, പ്ലാനൊക്കെ ആകെ തെറ്റുമ്പോൾ എനിക്ക് ഒരു മോട്ടിവേഷൻ പോകും. ഈ വീഡിയോ എടുക്കാനുള്ള പ്ലാനും എന്താണ് ഷൂട്ട് ചെയ്യേണ്ടത്, എന്താണ് അപ്ലോഡ് ചെയ്യേണ്ടത്, അതൊക്കെ നമ്മൾ ഇപ്പോൾ 2-3 ദിവസം മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആ ഷൂട്ട് ചെയ്യേണ്ട ദിവസം നമ്മൾ സ്കൂളിൽ ചെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ അപ്രതീക്ഷിതമായി ഓരോ പിറ്റേഴ്സത്തേക്കും മറ്റന്നാളത്തേക്കും ഓരോ പ്രൊജക്ട്സും അതും ഇതും എഴുതാനുള്ളതും പഠിക്കാനുള്ളതൊക്കെ തരുമ്പോൾ നമുക്ക് ആ പ്ലാനൊക്കെ ആകെ തെറ്റാണ്. അത് പഠിത്തത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴും എനിക്ക് ആ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ കുറേ പഠിക്കാണ്ട് വെച്ചാൽ നമുക്ക് അന്ന് ഇപ്പോൾ വീഡിയോ എടുക്കാനൊന്നും മോട്ടിവേഷനേ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ ഇന്ന് എന്തായാലും ഉറപ്പിച്ചിരിക്കുകയായിരുന്നു, എന്തായാലും വീഡിയോ എടുത്തേ പറ്റുള്ളൂ എന്ന്. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ബുക്ക് അത്ര യൂസ് ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ അത് നല്ല ഭംഗിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അത് വന്നതാണ്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും നന്നായി വന്നുകൊണ്ടാണ് എനിക്ക് ആ മിനി നോട്ട്ബുക്ക് യൂസ് ചെയ്യാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിലാണ് ഞാൻ ഇങ്ങനെ ടു ഡു ലിസ്റ്റോ അങ്ങനത്തെ ലിസ്റ്റൊക്കെ ടാർഗറ്റൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തേൽ ബയോളജി മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ പഠിക്കാൻ വേറെയുണ്ട്. മെയിനായിട്ട് ബയോളജിയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. വേറെയും കുറേ എഴുതാൻ നിന്ന് പിന്നെ ആ പേപ്പർ തീരും. അപ്പോൾ ഞാൻ പഠിക്കാനുള്ളത് മാത്രമേ ആ പേപ്പറിൽ പൊതുവെ എഴുതാറുള്ളൂ. മൂടനുസരിച്ചിട്ടിരിക്കും. മിക്കവാറും ഞാനിങ്ങനെ പഠിക്കാനുള്ളത് മാത്രമേ ഞാൻ ആ ഷീറ്റിൽ എഴുതാറുള്ളൂ. പിന്നെ എക്സ്ട്രാ എഴുതാനുള്ളതും റെക്കോർഡിൽ എഴുതാനുള്ളതെല്ലാം ഞാൻ തന്നെ ഇരുന്ന് എഴുതും. അതിൽ നിന്ന് എക്സ്ട്രാ ഞാൻ ടു ഡു ലിസ്റ്റിലൊന്നും എഴുതി വെക്കാറില്ല. ബയോളജിയിലത്തെ 2nd ചാപ്റ്ററായി ഹ്യൂമൻ റീപ്രൊഡക്ഷനാണ് ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2nd ചാപ്റ്റർ മുമ്പ് പഠിച്ചതുകൊണ്ട് തന്നെ അത്ര എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഇത് റിവൈസ് ചെയ്യാനാണെങ്കിൽ എനിക്ക് വർക്കിംഗ് ഡേയ്സിൽ ഇഷ്ടമല്ല. അപ്പോൾ അത്ര മോട്ടിവേഷനൊന്നും ഇല്ലാതെയാണ് ഞാൻ ഇപ്പോൾ പഠിക്കുന്നത്. അതുകൊണ്ട് നല്ല സ്ലോ ആയിട്ടാണ് പോകുന്നത്. 3ാമത്തെ ചാപ്റ്റർ ഇപ്പോൾ ഞാൻ പഠിക്കായിരുന്നു വെച്ചാൽ എൻ്റെ കഴിയില്ല. പഠിക്കുമ്പോൾ വൃത്തിയായിട്ട് പഠിക്കണം, വെറുതെ തട്ടിക്കൂട്ടി പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും അപ്പോൾ ശരി, 2ാമത്തെ ചാപ്റ്റർ പഠിക്കാമെന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമേ നോക്കിയിട്ടുള്ളൂ, അതും ഫുൾ നോക്കിയിട്ടുമില്ല. കുറേയൊക്കെ വലിയ ചാപ്റ്ററാണ്. എനിക്ക് അത്ര മോട്ടിവേഷൻ പറഞ്ഞ പോലെ കിട്ടാത്തതുകൊണ്ട് എനിക്ക് തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ എൻ്റെ പോളിസി പറയുന്നത് പഠിക്കുകയാണെങ്കിൽ ഉള്ളത് വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 3ാമത്തെ ചാപ്റ്റർ പിന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആ പേപ്പറിൽ പേജസിൻ്റെ നമ്പർ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പേജ് കഴിയുമ്പോഴും വെട്ടുമ്പോൾ കുറച്ച് മോട്ടിവേഷനൊക്കെ കിട്ടുന്നിട്ട് ചെയ്തതാണ്. പക്ഷേ എനിക്കൊന്നും പ്രത്യേകിച്ചിട്ട് ചേഞ്ച് വന്നില്ല. എന്താ വെച്ചാൽ എനിക്ക് പ്ലാൻ ഇതുപോലെ എനിക്ക് നടന്നില്ല. എനിക്ക് പിന്നെ മോട്ടിവേഷനേ ഉണ്ടാവില്ല പഠിക്കാൻ. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ കുറേയൊക്കെ ബയോളജി നോക്കി. എന്നിട്ട് ഞാൻ അതെടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ഫിസിക്സ് എന്താ പറയുക, നമ്മുടെ റെക്കോർഡില്ലേ, റഫ് റെക്കോർഡാട്ടോ ഇത്. റഫ് റെക്കോർഡിൽ എഴുതുകയാണ്. എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ ലാബുണ്ട്. അപ്പോൾ അതാണെങ്കിൽ പ്രൊസീജിയർ വായിക്കും വേണം, വായിച്ച് പഠിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ എല്ലാ ദിവസവും ചോദിച്ചിട്ടേ കയറ്റുള്ളൂ. അപ്പോൾ അത് വായിച്ച് പഠിക്കാൻ ഞാൻ മറന്നു. ഞാൻ സ്കൂളിൽ ചെന്നിട്ടാണ് വായിച്ച് പഠിച്ചത്. എന്തായാലും വായിച്ച് പഠിച്ചിട്ട് ഞാൻ അവിടെ തന്നെ
പറഞ്ഞ് കേൾപ്പിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് അതിൽ കുഴപ്പമൊന്നും വന്നില്ല. എന്തായാലും ഞാൻ ഇപ്പോൾ എഴുതി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ റഫ് റെക്കോർഡ് മാത്രമായിട്ട് നമ്മൾ ലാബിൽ കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ലാബ് മാനുവലൊന്നും എടുക്കരുത് എന്നാണ് ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും റഫ് റെക്കോർഡ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ എഴുതിയെടുത്തു. എന്നിട്ട് ഞാൻ പൊതുവേ വീട്ടിലിരുന്ന് എഴുതാത്ത ആളാട്ടോ. പക്ഷേ ഞാൻ ഇത് കുറേ എഴുതാനുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് വീട്ടിൽ നിന്ന് എഴുതി. ബാക്കി ഫിസിക്സ് അല്ല, വേറെ സബ്ജക്ട്സ് കെമിസ്ട്രി ബയോളജിയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ സ്കൂളിൽ ചെന്നിട്ടാണ് ഇങ്ങനെ വരയ്ക്കുക എഴുതലൊക്കെ ചെയ്യാറ്. ഇതിപ്പോൾ കുറേ ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്തു എന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ പൊതുവെ അങ്ങനെ വീട്ടിലിരുന്ന് എഴുതാറില്ല. കുറേ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. ഇപ്പോൾ റഫ് റെക്കോർഡിൽ എല്ലാ കാൽക്കുലേഷനും ആൻസറൊക്കെ എഴുതി വെച്ചതിന് ശേഷം ടീച്ചർക്ക് കാണിച്ചു കൊടുത്ത് സൈൻ കിട്ടിയതിന് ശേഷം നമുക്ക് ഫെയർ റെക്കോർഡിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കുക. പറഞ്ഞാൽ റഫ് റെക്കോർഡിൽ ഇപ്പോൾ വെട്ടും കുത്തൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല. പക്ഷേ ഫെയർ റെക്കോർഡിൽ എഴുതുമ്പോൾ വൃത്തിയായിട്ട് എഴുതുക. അപ്പോൾ വല്ല തെറ്റുണ്ടെങ്കിൽ നമ്മൾ റഫ് റെക്കോർഡിൽ തന്നെ വേഗം നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വേഗം തന്നെ മനസ്സിലാക്കി റഫ് റെക്കോർഡിൽ അത് തിരുത്താൻ നോക്കുക. അപ്പോൾ ഫെയർ റെക്കോർഡ് നമുക്ക് വൃത്തിയായിട്ട് എഴുതാമല്ലോ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് +1 +2 എത്തിക്കഴിഞ്ഞാൽ എത്ര മണിക്കൂർ പഠിക്കണം, ഞാൻ എത്ര മണിക്കൂർ പഠിക്കുന്നു, പിന്നെ എൻ്റെ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചെത്തി എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഈ മണിക്കൂർ കണക്കൊന്നുമില്ല. എനിക്ക് തോന്നുമ്പോൾ ഞാൻ പഠിക്കും. ചിലപ്പോൾ ഒക്കെ എനിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉറങ്ങും. പിന്നെ രാവിലെ എണീച്ചിട്ടൊക്കെ ആയിരിക്കും പഠിക്കുക. അത് റെയറാണ്. എനിക്ക് രാവിലെ എണീക്കുന്നത് അത്ര ഇഷ്ടമല്ല. പിന്നെ എണീക്കാൻ പ്ലാൻ ചെയ്താലും ഞാൻ എണീക്കില്ല. അതുകൊണ്ട് എനിക്ക് ആ പേടിയുള്ളതുകൊണ്ട് ഞാൻ രാത്രി തന്നെ എല്ലാം പഠിക്കാറുണ്ട്. അപ്പോൾ പറ്റുന്ന പോലെ ഞാൻ പഠിക്കും. മണിക്കൂർ കണക്കൊന്നുമില്ല എനിക്ക്. പിന്നെ ചാപ്റ്റേഴ്സ് ഞാൻ വേറെ വീഡിയോയിൽ ഇങ്ങനെ എത്ര ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ വീഡിയോ എന്തായാലും കഴിയാറായി. അപ്പോൾ ഞാൻ ഇതിൽ ഡൗട്ട്സ് മാത്രം പറയുകയാണ്. പിന്നെ എൻ്റെ മിക്ക വീഡിയോസിനും താഴെ ഞാൻ കാണുന്ന ഒരു കമൻറ്റാണ് ഈ സ്റ്റഡി ടിപ്സ് ഒന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ് നോട്ട് മേക്കിംഗ്, എങ്ങനെയാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ഷോർട്ട് നോട്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നൊക്കെ. കുറേ വീഡിയോസിൻ്റെ താഴെ എനിക്ക് ഇതേ കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അത് വീഡിയോ എടുക്കാം കേട്ടോ. സെപ്പറേറ്റ് വീഡിയോ ഞാൻ അതിലിടാം. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് വീഡിയോ. പിന്നെ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് Monday to Friday ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ടതിന് ശേഷം ഒരു 5 മണി to 6:30 വരെ 5 to 6:30 വീഡിയോ അപ്ലോഡ് ചെയ്യും. ലേറ്റ് ആയാൽ മാത്രം 7 o'clock. ഇന്ന് ലേറ്റ് ആവില്ല. എന്തായാലും 5 to 6:30 ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ ടൈം കണ്ട് നിങ്ങൾക്ക് വന്ന ചാനലിൽ വീഡിയോസ് കാണാം. അപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ. ഞാൻ വീഡിയോസിലാണ് പറയുന്നത്. അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക.